മക്കളെ ഓർത്ത് വിലപിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന ഒട്ടേറെ അമ്മമാർ നമ്മുടെ ഇടയിലുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നവർ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരുന്നവർ. പിന്നീട് കൺവെട്ടത്ത് നിന്ന് അവർ മായുമ്പോൾ ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എറണാകുളം ചെങ്ങമ്മനാട്ടെ 14-കാരൻ അമ്മയുടെ മൊബൈൽ ഫോണിൽ ഓൺലൈൻ ഗെയിം കളിച്ചാണ് അതിൻ്റെ കെണിയിൽപ്പെട്ടത്. ആ ഡെവിൾ ഗെയിമിൻ്റെ ടാസ്ക് അവന് സമ്മാനിച്ചത് മരണമാണ്. ഇതുപോലുള്ള സൈബർ കുരുക്കിൻ്റെ അപകട കെണിയെക്കുറിച്ച് കുഞ്ഞുമക്കളും മാതാപിതാക്കളും അറിയണം. ഇതോടൊപ്പം കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം കൂടിയുണ്ട്. ഒരു രാവും പകലും തെരഞ്ഞിട്ടും അർഷാദിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. ആ കേസുകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വൃദ്ധ മാതാപിതാക്കൾ സ്വന്തം വീടുകളിൽ ദുരിതമനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും ക്രൂരതകൾ നേരിടുന്നവർ, ഒറ്റപ്പെടലിൻ്റെ വേദന തിന്നുന്നവർ, ഭക്ഷണം പോലും ലഭിക്കാതെ നരകയാതന അനുഭവിക്കുന്നവർ. ഇങ്ങനെ ഒരു വൃദ്ധ മാതാവുണ്ടായിരുന്നു കാസർഗോഡ് കൊളത്തൂരിൽ. 2014-ലാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ആ സംഭവം ഉണ്ടായത്. കൊളത്തൂർ സ്വദേശിനി അമ്മാളു അമ്മയെ കൊലപ്പെടുത്തിയത് മരുമകൾ അംബികയാണ്. കേസിൽ കോടതി വിധി പറഞ്ഞ ദിവസമാണിത്. 49-കാരിയായ പ്രതിക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഭർത്തൃമാതാവിനെ കഴുത്തു ഞെരിച്ചും തലയിണ കൊണ്ട് മുഖമമർത്തിയും കയർ കഴുത്തിന് ചുറ്റിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കാസർഗോഡ് അമ്മായിയമ്മയെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം. കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ മനോജാണ് ശിക്ഷ വിധിച്ചത്. 2014 സെപ്റ്റംബർ 16-നാണ് കേസിനാസ്പദമായ സംഭവം. കൊളത്തൂർ പെർലടക്കം ചേപ്പനിടുക്കയിലെ 65-കാരിയായ അമ്മാളു അമ്മയെ വീടിന്റെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. വീടിന്റെ ചായ്പിൽ കിടന്നുറങ്ങുകയായിരുന്ന അമ്മാളു അമ്മയെ മകന്റെ ഭാര്യയായ അംബിക കൊലപ്പെടുത്തുകയും കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൃതദേഹം വീടിന്റെ ചായ്പിൽ കെട്ടിത്തൂക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അമ്മാളു അമ്മയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിയത് ചോദിച്ചിട്ടുള്ള വിരോധത്താലും ഭക്ഷണം കൊടുക്കാത്തതും TV കാണാൻ അനുവദിക്കാത്തതും അയൽവാസികളോട് പറഞ്ഞതിലുള്ള വിരോധവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ S. ഗോപാലകൃഷ്ണപിള്ള നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പോലീസ് സർജൻ കൊല നടന്ന സ്ഥലവും സന്ദർശിച്ചിരുന്നു. തുടക്കത്തിൽ യാതൊരു തെളിവുമില്ലാത്ത കേസിൽ അന്നത്തെ ആദൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇപ്പോഴത്തെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP സതീഷ് കുമാർ ആലക്കലാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ E. ലോഹിതാക്ഷൻ, ആതിര എന്നിവർ ഹാജരായി. കേസിലെ 2ഉം 3ഉം പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് അയൽവാസികളെയാണ് സഹായത്തിന് വിളിക്കുക. പ്രത്യേകിച്ച് നാട്ടുംപുറങ്ങളിൽ സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തീർന്നാലോ ബൾബ് മാറ്റിയിടാനോ ഒക്കെ സമീപത്തുള്ള കുട്ടികളുടെയും യുവാക്കളുടെയും സഹായം തേടും. എന്നാൽ അയൽവാസികളെപ്പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ നിന്നും പുറത്തു വന്ന വാർത്ത. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തീർന്നപ്പോൾ സഹായത്തിനെത്തിയ യുവാവ് വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കേസിൽ അണ്ണല്ലൂർ സ്വദേശി പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തീർന്നുപോയപ്പോൾ വീട്ടമ്മ അയൽവാസിയായ യുവാവിന്റെ സഹായം തേടിയിരുന്നു. ഈ സമയം ഗ്യാസ് സിലിണ്ടർ എടുത്തു വയ്ക്കാനെത്തിയപ്പോഴാണ് പ്രതി പ്രവീൺ യുവതിയെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചത്. അതോടെ യുവതി ബഹളം വെച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതിയും നൽകി. സംഭവശേഷം സ്ഥലം വിട്ട പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പ്രതിസന്ധിയിലായി. സംഭവശേഷം പുറം ലോകവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പ്രതിക്കായി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെ അന്വേഷിച്ചെങ്കിലും പിടികൂടാൻ സാധിച്ചില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം പടിഞ്ഞാറെ ചാലക്കുടിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെ ഉച്ചയോടെയാണ് ഇവിടെ പോലീസ് സംഘം എത്തിയത്. തുടർന്ന് പ്രവീണിനെ പിടികൂടി. വിശദമായ അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളെ തുടർന്നായിരുന്നു ചാലക്കുടിയിലെ രഹസ്യകേന്ദ്രത്തിൽ പരിശോധന നടത്തിയത്. പ്രതി പ്രവീണിനെതിരെ പട്ടികജാതി പീഡന നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചാലും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാലും ബസ്സിൽ കയറിയാലും പണം കൊടുക്കാത്ത ചില പോലീസുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇനി അതിനെ ചോദ്യം ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? കണ്ണൂരിൽ പെട്രോൾ അടിച്ച ശേഷം പണം കൊടുക്കാതെ കടന്നു കളയാൻ ശ്രമിച്ച പോലീസുകാരനെ പമ്പ് ജീവനക്കാരൻ ചോദ്യം ചെയ്തു. അതിൻ്റെ വിരോധത്തിൽ കണ്ണൂർ AR ക്യാമ്പിലെ ഡ്രൈവറായ സതീഷ് കുമാർ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കേസിൽ പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. ഞായറാഴ്ച വൈകിട്ടാണ് കണ്ണൂർ ടൗണിലെ പെട്രോൾ പമ്പിൽ ഞെട്ടിക്കുന്ന അതിക്രമം അരങ്ങേറിയത്. കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർ സന്തോഷ് കുമാർ പെട്രോൾ അടിച്ചതിനു ശേഷം മുഴുവൻ പണവും നൽകാതെ കാറുമായി കടന്നുകളയാൻ ശ്രമിച്ചു. പമ്പിലെ ജീവനക്കാരൻ പള്ളിക്കുളം സ്വദേശി അനിൽ അവശേഷിക്കുന്ന പണം കൂടി നൽകണമെന്നാവശ്യപ്പെട്ടു. ഇതിന് കൂട്ടാക്കാതിരുന്ന പോലീസുകാരൻ ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു. ബോണറ്റിൽ പിടിച്ചിരുന്ന അനിലുമായി ഏറെ ദൂരം അകലെയുള്ള ട്രാഫിക് സ്റ്റേഷൻ വരെ വാഹനം ഓടിച്ചു. തലനാരിഴയ്ക്കാണ് പമ്പ് ജീവനക്കാരൻ രക്ഷപ്പെട്ടത്. സംഭവം കണ്ടവർ പിന്തുടർന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചു. തുടർന്നാണ് പോലീസുകാരനെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കേസെടുത്തത്. വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത കണ്ണൂർ ടൗൺ പോലീസ് സന്തോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഇയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. നമ്മുടെ കൺമുന്നിൽ എന്ത് അനീതി കണ്ടാലും കൊള്ളരുതായ്മ കണ്ടാലും പ്രതികരിക്കാതിരിക്കുന്നതാണ് ജീവന് നല്ലത്. കാരണം ഇവിടെ മനുഷ്യർ മനോനില തെറ്റി നടക്കുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ KSRTC ഡ്രൈവറെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഡ്രൈവർ സുനിൽ ബസ് പാർക്ക് ചെയ്യുന്നതിനായി ഓട്ടോ മാറ്റിയിടാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ വിരോധത്തിലാണ് പാണ്ടിക്കാട് സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ അബ്ദുൾ റഷീദ് സുനിലിന് നേരെ കത്തി വീശിയത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 4:30യോടെയാണ് സംഭവം. മലപ്പുറം പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിലെ ഡ്രൈവർ സുനിലിന് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവത്തെപ്പറ്റി സുനിൽ പറയുന്നത് ഇങ്ങനെ: രാവിലെ 5 മണിക്ക് എറണാകുളത്തേക്കുള്ള സർവീസ് പോകുന്നതിനായി സുനിൽ ഡിപ്പോയിലെത്തി. ജീവനക്കാരുടെ വാഹനം പാർക്ക് ചെയ്തിരുന്നിടത്ത് വഴി തടസ്സപ്പെടുത്തി ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നു. ഡിപ്പോയിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി ഓട്ടോ മാറ്റിയിടാൻ പറഞ്ഞതിൽ പ്രകോപിതനായ ഓട്ടോ ഡ്രൈവർ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുകയായിരുന്നു.
സംയമനം കൈവിടാതെ സുനിൽ ആളുകൾ വരുന്നതുവരെ കത്തിയിൽ പിടിച്ചു നിർത്തി. തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വെഹിക്കിൾ സൂപ്പർവൈസർ ഗിരീഷും ഡ്രൈവർ ഷംസുദ്ദീനും ചേർന്ന് പ്രതിയെ പിടിച്ചു നിർത്തി പോലീസിനെ ഏൽപ്പിച്ചു. നാല് 40-നൊക്കെ അവിടെ ഡിപ്പോയിലെത്തിയിട്ട് നമ്മളെ സ്റ്റാഫിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇടാൻ നേരത്തെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊരു ഓട്ടോറിക്ഷ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ആളിറങ്ങിയിട്ട് അവരോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു കയറുണ്ട്. ആ കയറ് നീക്കാൻ വേണ്ടി പോണ സമയത്ത് ചേട്ടാ വണ്ടി ഒന്ന് മാറ്റും, ഞാനിങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി. പിന്നെയും കുറച്ച് സമയമായിരുന്നു. പിന്നെ എൻ്റെ സമയമായിട്ട് എൻ്റെ സാറ് വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് ഹോൺ അടിച്ചിട്ട് അവരോട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ആ ഹോൺ അടിച്ചത് പുള്ളിക്ക് ഇഷ്ടമായില്ല. പുള്ളി അതിൻ്റെ ഉള്ളിൽ നിന്ന് തല പുറത്തേക്കിട്ട് പുലബിയൊക്കെ വിളിച്ച് പറഞ്ഞു. കത്തിയാണ് എടുക്കണം, വലിയ നീളമുള്ളൊരു കട്ടാരം, മുകളിലിങ്ങനെ മുള്ളൊക്കെ ഉള്ളത്. അതിൽ കുത്താൻ വേണ്ടി പിടിച്ചപ്പോൾ ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ പിടിച്ചു. അയാളെ കയ്യും കട്ടാരെങ്കിലും കൂട്ടി പിടിച്ചു. പ്രതിക്കെതിരെ പോലീസ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഇയാൾക്കെതിരെ പാണ്ടിക്കാട് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 മലപ്പുറം. നമ്മുടെ ഇടയിൽ മക്കളില്ലാത്തതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒട്ടേറെ ദമ്പതികളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുന്നവർ. എന്നാൽ ചിലർക്ക് നൊന്തു പ്രസവിച്ച മക്കളെ വേണ്ട. ഇങ്ങനെ പ്രസവിച്ചുടൻ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. കാസർഗോഡ് പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കരച്ചിൽ കേട്ടെത്തിയപ്പോഴാണ് നാട്ടുകാർ കുഞ്ഞിനെ കണ്ടത്. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ ഞെട്ടിച്ചു. പഞ്ചിക്കലിൽ ശ്രീ വിഷ്ണുമൂർത്തി UP സ്കൂളിലെ വരാന്തയിലാണ് ഞായറാഴ്ച വൈകിട്ടോടെ പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പ്രദേശവാസികൾ എത്തിയപ്പോഴാണ് സ്കൂൾ വരാന്തയിൽ നവജാത ശിശുവിനെ തുണിയിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുട്ടിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെൺകുട്ടി ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ജനിക്കുമ്പോൾ തന്നെ തൂക്കക്കുറവുണ്ട് എന്നത് മാത്രമാണ് പ്രശ്നം. കർണാടക അതിർത്തി പ്രദേശമാണ് പഞ്ചിക്കൽ. കർണാടകയിൽ നിന്നെത്തിയ ആരെങ്കിലുമാണോ കുട്ടിയെ ഉപേക്ഷിച്ചതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഹൈവേക്ക് സമീപമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും അതിർത്തി കടന്നെത്തിയിരിക്കുമോ എന്നാണ് സംശയം. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷം ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ആലപ്പുഴയും തൃശ്ശൂരും പിന്നിട്ട് ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയത് കൊച്ചിയിലാണ്. കൊലക്കേസിലെയും വധശ്രമക്കേസിലെയും പ്രതികൾ ഉൾപ്പെടെ വരാപ്പുഴയിലെ പിറന്നാളാഘോഷത്തിൽ സംഘടിച്ചെത്തി. ഗുണ്ടാത്തലവൻ രാധാകൃഷ്ണന്റെ വീട്ടിലായിരുന്നു പിറന്നാൾ ആഘോഷം. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് 8 പേരെ കസ്റ്റഡിയിലെടുത്തു. ഗുണ്ടകൾ പിറന്നാളാഘോഷം നടത്തിയാലും പരസ്പരം ഏറ്റുമുട്ടിയാലും ഇതിന് തടയിടാൻ പോലീസിന് കഴിയുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയ ഗുണ്ടാത്തലവന്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷത്തിനായാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗുണ്ടകൾ എത്തിച്ചേർന്നത്. ചേരാനല്ലൂർ സ്വദേശിയായ ഗുണ്ടാത്തലവൻ രാധാകൃഷ്ണന്റെ വീട്ടിലായിരുന്നു കൂടിച്ചേരൽ. ഇപ്പോൾ വരാപ്പുഴയിൽ താമസിക്കുന്ന സംഘത്തലവന്റെ വീട്ടിലേക്കായി വിവിധ ജില്ലകളിൽ നിന്ന് ഗുണ്ടകൾ എത്തിച്ചേരുമെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. പിറന്നാൾ ആഘോഷം ആദ്യം ഒരു ഓഡിറ്റോറിയത്തിൽ നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി ക്ഷണക്കത്തും തയ്യാറാക്കിയിരുന്നു. ഇത് നടക്കാതെയായതോടെയാണ് പാർട്ടി വരാപ്പുഴയിലെ വാടക വീട്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന്
വരാപ്പുഴ CAയുടെ നേതൃത്വത്തിൽ മഫ്തിയിൽ ഇവിടെ പോലീസിനെ വിന്യസിപ്പിച്ചിരുന്നു. പാലക്കാട്, ആലപ്പുഴ, തൃശൂർ എന്നീ ജില്ലകളിൽ നിന്നുമായി കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടേക്കെത്തിയത്. തൃശൂർ ചാവക്കാട് സ്വദേശി അനസ്, ആലുവ തൈക്കാട്ടുകര അർഷാദ്, ആലപ്പുഴ ഹരിപ്പാട് സ്വദേശികളായ സൂരജ്, യദുകൃഷ്ണൻ, വടുതല സ്വദേശി ഷെറിൻ സേവ്യർ, എറണാകുളം കൂനന്തൈ സ്വദേശി സുധാകരൻ, പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷംനാസ്, ഏലൂർ കുടിയിരിക്കൽ വീട്ടിൽ വസന്തകുമാർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ കേസെടുത്ത ശേഷം പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അടുത്തയിടെ തൃശൂരിലും ആലപ്പുഴയിലുമെല്ലാം ഗുണ്ടാ നേതാക്കളുടെ പിറന്നാൾ ആഘോഷങ്ങൾ നടന്നിരുന്നു. ഈ സംഭവങ്ങളിൽ ചിലർക്കെതിരെ പോലീസ് നടപടിയെടുത്തെങ്കിലും ഇതൊന്നും ആഘോഷങ്ങൾ തുടരുന്നതിനെ തടസ്സപ്പെടുത്തുന്നില്ല എന്നാണ് പുതിയ കേസുകൾ തെളിയിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങൾ ഒത്തുചേരുന്നത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് വേണ്ട വിധം തടയിടാൻ പോലീസിന് കഴിയുന്നുമില്ല. പരസ്യമായിട്ടാണ് പലയിടത്തും ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതും മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. ഹൈറിച്ചുകാരുടെ തട്ടിപ്പ് വേറെ ലെവലാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് എന്നിവയ്ക്ക് പുറമെ OTTയുടെ പേരിലും അനധികൃതമായി സാമ്പത്തിക നേട്ടമുണ്ടാക്കി. ഹൈറിച്ചിൻ്റെ ഉടമ KD പ്രതാപനിൽ നിന്ന് ഓരോ ദിവസവും EDക്ക് ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. OTTയിലൂടെ 1673 കോടി രൂപ ഒഴുകിയെത്തിയെന്നാണ് ED കണ്ടെത്തൽ. ഹൈറിച്ചിൻ്റെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തിരുന്ന കമ്പനിയുടെ സെർവറിൽ നിന്നാണ് ഈ വിവരങ്ങൾ EDക്ക് ലഭിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നായ ഹൈറിച്ച് കേസിൽ OTTയിലൂടെ 1673.09 കോടി രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. കൊച്ചിയിലെ ജിപ്ര ബിസിനസ് സൊല്യൂഷൻസിന്റെ ക്ലൗഡ് സെർവർ ഡേറ്റയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. വിവിധ ബാങ്കുകളിലെ 13 അക്കൗണ്ടുകൾ വഴിയാണ് പണം ഹൈറിച്ചിലേക്ക് എത്തിയതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ലാഭത്തിന്റെ പകുതി വാഗ്ദാനം ചെയ്ത് നിരവധി സിനിമാ നിർമ്മാതാക്കളെ ഹൈറിച്ച് ഉടമകൾ പറ്റിച്ചിട്ടുണ്ടെന്നും ED കണ്ടെത്തി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഉടമ KD പ്രതാപൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ ശ്രീന പ്രതാപനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ക്ലിക്കായതോടെയാണ് OTT പ്ലാറ്റ്ഫോം തുടങ്ങിയത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഇടനിലക്കാരനെന്നാരോപിച്ച വിജേഷ് പിള്ളയിൽ നിന്നാണ് ഇവർ 4.5 കോടി രൂപയ്ക്ക് ആക്ഷൻ OTT വാങ്ങിയത്. തുടർന്ന് ആക്ഷൻ OTTയുടെ പേര് HR OTT എന്ന് മാറ്റി. നിക്ഷേപമെന്ന നിലയ്ക്ക് OTTയിലേക്ക് എത്തിയ 1673 കോടി രൂപയിൽ നിന്ന് പലപ്പോഴായി 1422.16 കോടി രൂപ പിൻവലിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകിയെന്ന പ്രതികളുടെ മൊഴിയിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ബാക്കി 250 കോടി രൂപയാണ് നിലവിൽ ഹൈറിച്ച് അക്കൗണ്ടിലുള്ളത്. HR OTT പ്ലാറ്റ്ഫോമിലും വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. സൈറ്റ് പരിശോധിച്ചാൽ 12.39 ലക്ഷം അംഗങ്ങൾ OTTയിൽ ഉണ്ടെന്നാണ് കാണുന്നത്. നിർമ്മാതാക്കളെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പെരുപ്പിച്ചു കാണിച്ച് ഹൈറിച്ചുകാർ തട്ടിപ്പ് നടത്തിയെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഒരു അപകടമുണ്ടായാൽ വാഹനം നിർത്താതെ കടന്നു പോകുന്ന നിരവധി സംഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ കോട്ടയം പാലായിലെ ഷാജി മോട്ടോഴ്സ് എന്ന ബസ്സിലെ ജീവനക്കാർ നമുക്കൊക്കെ മാതൃകയാവുകയാണ്. ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ ജീവനക്കാർ അതേ ബസ്സിലുടൻ ആശുപത്രിയിലെത്തിച്ച ഒരു സംഭവമുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോകുകയായിരുന്ന നീലൂർ സ്വദേശിയായ 63-കാരനാണ് ബസ്സിൽ കുഴഞ്ഞു വീണത്. ഇതോടെ ബസ് ഉടൻ തന്നെ യാത്രക്കാരെയും കൂട്ടി മാർസ്ലീവ മെഡിസിറ്റിയിലേക്ക് തിരിച്ചു. ഇടയ്ക്ക് സ്റ്റോപ്പിൽ ഇറങ്ങാനുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരുടെ നന്മ നിറഞ്ഞ മനസ്സിന് കൂട്ടായി ബസ്സിൽ തന്നെ ഇരുന്നു.
രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് യാത്ര തുടർന്നത്. നന്മ മരങ്ങളായ കണ്ടക്ടർ ഷൈജുവിനെയും ഡ്രൈവർ റിൻഷാദിനെയും മറ്റ് യാത്രക്കാരെയും അനുമോദിച്ചുകൊണ്ട് ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.